എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയിലെ മനോഹരമായ കാൻഡി നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ പല്ലേക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറിയത് കേവലം ഒരു ക്രിക്കറ്റ് മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് കാണികളുടെയും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന കോടിക്കണക്കിന് ആരാധകരുടെയും ഹൃദയമെടുപ്പ് നിലപ്പിച്ചുള്ള ഒരു അവിശ്വസനീയ കായിക വിസ്മയമായിരുന്നു. അവിടെ വെറും 21 പന്തുകളിൽ ഒരു 15കാരൻ തീർത്ത ഒരു റൺ കൊടുങ്കാറ്റ് ശ്രീലങ്കൻ മണ്ണിൽ അക്ഷരാർത്ഥത്തിൽ സംഹാര താണ്ഡവമാടുകയായിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 3 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയിലെ ആദ്യ മഹാപോരാട്ടത്തിന് കളമൊരുങ്ങിയപ്പോൾ കേവലം ഒരു ജയത്തിനപ്പുറം ആദ്യ മത്സരത്തിൽ തന്നെ തങ്ങളുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര കളത്തിലിറങ്ങിയത്. ദാസുൻ ഷാനക നയിക്കുന്ന ആതിഥേയർക്കെതിരെ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ CSKയുടെ ഇതിഹാസ താരവും ലോകം കണ്ട ഏറ്റവും മികച്ച തന്ത്രശാലിയായ നായകനുമെന്ന ക്രിക്കറ്റ് ലോകം വാഴ്ത്തുന്ന സഞ്ജു സാംസണിന്റെ അതുല്യമായ ശൈലിയെ അനുസ്മരിപ്പിക്കും വിധം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ബാറ്റർമാരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന പല്ലേക്കലയിലെ പിച്ചിൽ തോക്കിൻ കുഴലിൽ നിന്നും ചീറിപ്പായുന്ന വെടിയുണ്ടയെപ്പോലെ പന്ത് അതിർത്തി കടക്കുന്ന ഔട്ട്ഫീൽഡിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് തുടക്കാനെത്തിയത് സ്ഫോടനാത്മക ബാറ്റിംഗിന് പേരുകേട്ട ഇടങ്കയ്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയും 15 വയസ്സുകാരനായ യുവവിസ്മയം വൈഭവ് സൂര്യവംശിയുമായിരുന്നു. ശ്രീലങ്കയ്ക്കായി ആദ്യ ഓവർ എറിയാൻ സ്റ്റാർ പേസർ ദുഷ്മന്ത് ചമീര എത്തിയപ്പോൾ ആദ്യ 2 പന്തുകളിൽ സ്വിംഗിലൂടെ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും മൂന്നാമത്തെ പന്തിൽ തന്നെ ക്രീസ് അതിവിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ട് 15കാരനായ ആ കൊച്ചുസിംഹം പോയിന്റിനും എക്സ്ട്രാ കവറിനുമിടയിലൂടെ ഒരു വെടിയുണ്ട കണക്കെ പന്തിനെ ബൗണ്ടറി കടത്തി തന്റെ വരവറിയിച്ചു. തൊട്ടടുത്ത പന്തിൽ പാഞ്ഞു വന്ന ഇൻസ്വിംഗറിനെ അനായാസം ഓൺ സൈഡിലേക്ക് ഫ്ലിക്ക് ചെയ്ത് മിഡ് വിക്കറ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്തിയപ്പോൾ അതൊരു വലിയ വിസ്ഫോടനത്തിന്റെ തുടക്കം മാത്രമായിരുന്നുവെന്ന് ലങ്കൻ നിര അറിഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ ഓവർ എറിയാൻ അവരുടെ മിന്നും താരം മദീഷ പതിരാനെ എത്തിയപ്പോൾ വൈഭവ് സൂര്യവംശി ഒരു രൗദ്രഭാവം പൂണ്ടിരുന്നു. പതിരാനയുടെ ആദ്യത്തെ ഓവർ പിച്ച് പന്തിനെ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ആകാശത്തേക്ക് പറത്തി അതിഭീമാകാരമായ ഒരു സിക്സർ നേടിയ വൈഭവ് തുടർന്നു വന്ന 2, 3, 4 പന്തുകളിൽ കണിശതയാർന്ന സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെയും മനോഹരമായ കവർ ഡ്രൈവിലൂടെയും ഫൈൻ ലെഗിന് മുകളിലൂടെയുള്ള ഒരു ഫ്ലിക്കിലൂടെയും തുടർച്ചയായി 3 അതിമനോഹര ഫോറുകൾ കൂടി അടിച്ചുകൂട്ടി. കേവലം 2 ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ വിക്കറ്റ് നഷ്ടമില്ലാതെ 40 റൺ എന്ന നിലയിലേക്ക് ഇന്ത്യ കുതിച്ചെത്തിയപ്പോൾ അതിൽ ഭൂരിഭാഗവും വൈഭവിന്റെ ബാറ്റിൽ നിന്ന് തരുന്ന തീപ്പൊരികളായിരുന്നു. 3ഉം 4ഉം ഓവറുകളിലേക്ക് കടന്നപ്പോൾ വൈഭവിന്റെ ബാറ്റിംഗ് കൂടുതൽ ഭയാനകവും നിർദ്ദയവുമായി മാറി. 3ആം ഓവറിൽ ദുഷ്മന്ത് ചമീരയുടെ തുടർച്ചയായ 3 പന്തുകളെ അതിർത്തിക്ക് പുറത്തേക്ക് പറത്തിക്കൊണ്ട് വെറും 10 പന്തുകളിൽ അന്താരാഷ്ട്ര T20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിലെ അർദ്ധശതകം എന്ന അവിശ്വസനീയ നേട്ടം ആ 15കാരൻ സ്വന്തമാക്കി. 4ആം ഓവറിൽ സ്പിന്നർ മഹീഷ് തീക്ഷണയുടെ ടേൺ ചെയ്യുന്ന പന്തുകൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തുടർച്ചയായി 4 കൂറ്റൻ സിക്സറുകളും ഒരു ഫോറും പറത്തി വൈഭവ് ആ സ്പെല്ലിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞപ്പോൾ ഗ്രൗണ്ടിന്റെ ഇരുവശങ്ങളിൽ നിന്നും പെയ്തിറങ്ങുന്ന ഈ റൺ മഴ കണ്ട് പരിഭ്രാന്തനായ ലങ്കൻ നായകൻ ദാസുൻ ഷാനഡ പവർ പ്ലേയുടെ അവസാന ഓവറായ 6ആം ഓവറിൽ തന്റെ ഏറ്റവും വിശ്വസ്തനായ ഓൾറൗണ്ടർ വാനിന്ദു ഹസരംഗയെ പന്തേൽപ്പിച്ചു. എന്നാൽ അന്ന് ഹസരംഗയോട് യാതൊരു ദയയും കാണിക്കാൻ വൈഭവ് തയ്യാറായിരുന്നില്ല. ആദ്യ പന്തിൽ തന്നെ ക്രീസിൽ നിന്നും മുന്നോട്ടാഞ്ഞ് ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റൻ ഒരു സിക്സർ പറത്തിയ അവൻ തുടർന്നു വന്ന 2, 3, 4 പന്തുകളെയും തുടർച്ചയായി അതിർത്തി കടത്തി പല്ലേക്കലെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് എത്തിച്ചു. ഓവറിലെ അവസാന പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു തകർപ്പൻ ഫോർ കൂടി നേടിയപ്പോൾ വെറും 21 പന്തുകൾ നേരിട്ട് T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിലും അവിശ്വസനീയവുമായ സെഞ്ചുറി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ആ 15കാരൻ എത്തിച്ചേർന്നിരുന്നു. ഈ ചരിത്ര നിമിഷത്തെ സാക്ഷ്യം വഹിച്ച സ്റ്റേഡിയം മുഴുവൻ ഇരു ടീമിലെയും കളിക്കാരും കമന്റേറ്റർമാരും ഒരുപോലെ അമ്പരന്ന് നിൽക്കെ പവർ പ്ലേയുടെ 6 ഓവറുകൾ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ വിക്കറ്റ് നഷ്ടമില്ലാതെ 145 റൺ എന്ന ലോക റെക്കോർഡിൽ എത്തി നിൽക്കുകയായിരുന്നു. 7ആം ഓവറിൽ സ്പിന്നർ ദുനിത് വെല്ലാലഗെ എത്തിയപ്പോഴും വൈഭവ് അടങ്ങിയില്ല. തുടർച്ചയായി 2 സിക്സറുകൾ കൂടി അദ്ദേഹം പറത്തി. എന്നാൽ 8ആം ഓവറിൽ ദുഷ്മന്ത് ചമീര എറിഞ്ഞ ഒരു സ്ലോവർ ബൗൺസറിൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച വൈഭവ് ഡീപ് കവറിൽ കമിന്ദു മെൻഡിസിന്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങിയപ്പോൾ വെറും 29 പന്തുകളിൽ 5 തകർപ്പൻ ഫോറുകളുടെയും 18 കൂറ്റൻ സിക്സറുകളുടെയും അകമ്പടിയോടെ 158 റൺ എന്ന അതുല്യവും അമരവുമായ ഒരു ഇന്നിംഗ്സാണ് അവസാനിച്ചത്. ആ കൊച്ചു സിംഹം പവലിയനിലേക്ക് മടങ്ങുമ്പോൾ പല്ലേക്കലെ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് അവന് ആദരവ് അർപ്പിക്കുകയായിരുന്നു.
വൈഭവിന്റെ വീരോചിതമായ മടക്കിനു ശേഷം ക്രീസിൽ ഒന്നിച്ച അഭിഷേക് ശർമ്മയും ഉപനായകൻ തിലക് വർമ്മയും ശ്രീലങ്കൻ ബൌളർമാരുടെ നിസ്സഹായത മുതലെടുത്ത് ഇന്ത്യൻ സ്കോർബോർഡ് അതിവേഗം ചലിപ്പിച്ചു. വെറും 15 പന്തുകളിൽ 5 ഫോറുകളും 4 സിക്സറുകളും അടക്കം 42 റൺസ് എടുത്ത അഭിഷേക് കളം നിറഞ്ഞപ്പോൾ ക്രീസിലെത്തിയ നിമിഷം മുതൽ ആക്രമണോത്സവ ബാറ്റിംഗ് പുറത്തെടുത്ത ഉപനായകൻ തിലക് വർമ്മ വെറും 14 പന്തുകളിൽ നിന്ന് 32 റൺസ് വാരിക്കൂട്ടി. അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ നായകൻ ശ്രേയസ് അയ്യരും വാലറ്റത്ത് സംഹാര താണ്ഡവമാടാനെത്തിയ ഹാർദിക് പാണ്ഡ്യയും ശ്രീലങ്കൻ ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തി. കേവലം 18 പന്തുകളിൽ 4 ഫോറുകളും 3 സിക്സറുകളും സഹിതം 40 റൺസ് എടുത്ത് നായകന്റെ ചുമതല ശ്രേയസ് അയ്യർ ഗംഭീരമാക്കിയപ്പോൾ വെറും 12 പന്തുകളിൽ 4 പടുകൂറ്റൻ സിക്സറുകളും 2 ഫോറുകളും അടക്കം പുറത്താകാതെ 37 റൺസ് എടുത്ത് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ഇന്നിംഗ്സിന് ഉജ്ജ്വലമായ അന്ത്യം കുറിച്ചു. നിശ്ചിത ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 320 റൺസ് എന്ന എവറസ്റ്റ് സമാനമായ ഒരു കൂറ്റൻ സ്കോറാണ് ഇന്ത്യൻ ടീം പടുത്തുയർത്തിയത്. ഇത് കണ്ട് ശ്രീലങ്കൻ ടീമിന്റെ ആകെ ബോധം നശിച്ച അവസ്ഥയിലായിരുന്നു. ഇനി ശ്രീലങ്കയ്ക്ക് മുന്നിൽ ആദ്യ T20 സ്വന്തമാക്കാൻ വേണ്ടിയിരുന്നത് 321 എന്ന തികച്ചും അസാധ്യമായ ലക്ഷ്യമായിരുന്നു. ഈ പടുകൂറ്റൻ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ശ്രീലങ്കയുടെ തുടക്കം തന്നെ അത്യന്തം നിരാശാജനകവും ദയനീയവുമായിരുന്നു. പതും നിസ്സംഗയും കാമിൽ മിഷാരയും ഓപ്പണിംഗിനായി ക്രീസിലെത്തിയപ്പോൾ ലോകത്തിലെ 1-ാം നമ്പർ എക്സ്പ്രസ് പേസർ സാക്ഷാൽ ജസ്പ്രീത് ബുംറയുടെ കയ്യിലായിരുന്നു ഇന്ത്യയുടെ പുതിയ പന്ത്. ബുംറ തന്റെ ആദ്യ ഓവറിലെ 2ാമത്തെ പന്തിൽ തന്നെ ഒരു മാന്ത്രിക ഇൻസ്വിംഗറിലൂടെ പതും നിസ്സംഗയുടെ വിക്കറ്റ് തെറിപ്പിച്ചു. റൺ ഒന്നും എടുക്കാതെ നിസ്സംഗ കൂടാരം കയറി. 2ാം ഓവറിൽ സ്വിംഗിന്റെ രാജാവായ അർഷ്ദീപ് സിംഗ് തന്റെ മൂർച്ചയേറിയ ഔട്ട് സ്വിംഗറിലൂടെ കാമിൽ മിഷാരയെ എക്സ്ട്രാ കവറിൽ നായകൻ ശ്രേയസ് അയ്യരുടെ കൈകളിൽ ഭദ്രമായി എത്തിച്ചു. കേവലം 3 റൺസ് മാത്രമായിരുന്നു മിഷാരയുടെ സമ്പാദ്യം. 3ാം ഓവറിൽ വീണ്ടും അവതരിച്ച ബുംറ 5 റൺസ് എടുത്ത കുശൽ മെൻഡിസിനെ ക്ലീൻ ബൌൾഡാക്കിയതോടെ ലങ്കൻ നിര 3ാം വിക്കറ്റും നഷ്ടപ്പെട്ട് പൂർണ്ണമായും തകർന്നു. പവർ പ്ലേയുടെ ആദ്യ 6 ഓവറുകൾ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 35 റൺസ് മാത്രമായിരുന്നു ശ്രീലങ്കയുടെ സ്കോർ ബോർഡിൽ. തുടർന്ന് ക്രീസിൽ ഒന്നിച്ച പവൻ രത്നായകയും കമിന്ദു മെൻഡിസും ചേർന്ന് അല്പം ആക്രമണോത്സവ ഷോട്ടുകൾ കളിച്ച് സ്കോർ ഉയർത്താൻ ശ്രമിച്ചു. അർഷ്ദീപിനെതിരെ 2 ഫോറുകൾ നേടിയ പവൻ രത്നായകെ കമിന്ദു മെൻഡിസിനൊപ്പം ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും 8ാം ഓവറിൽ പന്തെറിയാനെത്തിയ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി തന്റെ മാന്ത്രിക ക്യാരം ബോളിലൂടെ 18 റൺസ് എടുത്ത പവൻ രത്നായകയെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് ബൌൾഡാക്കി. തൊട്ടടുത്ത ഓവറിൽ സ്പിന്നർ അക്ഷർ പട്ടേൽ തന്റെ ആം ബോളിലൂടെ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച കമിന്ദു മെൻഡിസിനെ ഡീപ് പോയിന്റിൽ ശിവം ദുബൈയുടെ കൈകളിൽ എത്തിച്ചതോടെ ലങ്കയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. 22 റൺസായിരുന്നു മെൻഡിസിന്റെ സ്കോർ. ഇതിനു പിന്നാലെ വരുൺ ചക്രവർത്തിയുടെ സ്പിൻ വലയിൽ കുടുങ്ങി 8 റൺസ് മാത്രമെടുത്ത ലങ്കൻ നായകൻ ദാസുൻ ഷാനക LBW ആയി മടങ്ങിയതോടെ വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ലങ്കയുടെ റൺ നിര പൂർണ്ണമായും നിലച്ചു. മധ്യനിരയിൽ വാനന്ദു ഹസരംഗ മാത്രം ഇന്ത്യൻ ബൌളർമാർക്കെതിരെ ഒരു ഏകാന്ത പോരാട്ടം നയിച്ചു. 3 ഫോറുകളും 3 സിക്സറുകളും പറത്തി 32 റൺസ് അദ്ദേഹം നേടിയെങ്കിലും മറുവശത്തുനിന്നും ഒരു പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഹാർദിക് പാണ്ഡ്യ തന്റെ കൃത്യതയാർന്ന ബൌളിംഗിലൂടെ ദുനിത് വെല്ലാലതിയെയും മഹീഷ് തീക്ഷണയെയും പവലിയനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ തന്റെ അവസാന സ്പെല്ലിനായി തിരിച്ചെത്തിയ ജസ്പ്രീത് ബുംറ ലങ്കൻ വാലറ്റത്തെ നിഷ്കരണം തൂത്തെറിഞ്ഞുകൊണ്ട് ദുഷ്മന്ത് ചമീരയെയും മദീഷ പതിരാനെയും ക്ലീൻ ബൌൾഡാക്കി. 16,4 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ശ്രീലങ്കൻ ഇന്നിംഗ്സ് കേവലം 115 റൺസിൽ അവസാനിച്ചു. 205 റൺസിന്റെ ഭീമാകാലവും ചരിത്രപരവുമായ വ്യത്യാസത്തിൽ ഈ ആദ്യ മത്സരം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 1-0 ശക്തമായ ആധിപത്യം ഉറപ്പിച്ചു. ഇന്ത്യയ്ക്ക് വേണ്ടി പന്തെറിഞ്ഞവരിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 3 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയും തിളങ്ങിയപ്പോൾ അർഷ്ദീപ് സിംഗ്, അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി തങ്ങളുടെ പങ്കുവഹിച്ചു. കേവലം 21 പന്തുകളിൽ 100 തികയ്ക്കുകയും 29 പന്തുകളിൽ 158 റൺ എന്ന വിനാശകരമായ ഇന്നിംഗ്സ് കളിക്കുകയും ചെയ്ത 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. സുഹൃത്തുക്കളെ, കാൻഡിയിലെ പല്ലേക്കലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം പടുത്തുയർത്തിയ ഈ 320 റൺസിന്റെ കൂറ്റൻ സ്കോറിനെയും 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി വെറും 21 പന്തുകളിൽ കുറിച്ച റെക്കോർഡ് ഭേദിക്കുന്ന ആ സെഞ്ചുറിയെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നായകൻ ശ്രേയസ് അയ്യരുടെ ഈ യുവനിര ഈ പരമ്പരയിൽ ശ്രീലങ്കയെ പൂർണ്ണമായും തച്ചു തകർക്കുമോ എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയതും ശക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചാമ്പ്യൻ ഭാരത് എന്നോ സൂര്യവംശിയുടെ പോരാട്ടം എന്നോ എഴുതി ഞങ്ങളെ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് അത്യന്തം വിലപ്പെട്ടതാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ആദ്യ T20 പോരാട്ടത്തിന്റെ അണിയറ വിശേഷങ്ങളും സമ്പൂർണ്ണ റിപ്പോർട്ടും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് സ്നേഹത്തോടെ ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ ക്രിക്കറ്റ് പ്രേമികളായ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഒപ്പം ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള രോമാഞ്ചകരവും ചൂടേറിയതുമായ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത്. പരമ്പരയിലെ 2ാമത്തെ മത്സരത്തിന്റെ തത്സമയ ടോസ് വിവരങ്ങളും ഓരോ നിമിഷത്തെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.